ഈ ഒരുമാതിരിപ്പെട്ട പരിഹാസവും ഒക്കെ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാതൃഭൂമിയില് അഭിലാഷ് മോഹൻ എന്ന് പറയുന്ന മനുഷ്യൻ കോൺഗ്രസ്സുകാരെയും ലീഗുകാരെയും ഇട്ട് അപമാനിച്ചത് അയ്യോ സഹിക്കില്ല കേട്ടാ. ഇതൊന്ന് കണ്ടോക്കൂ. മറുക് ഒട്ടിച്ച നസീറും മറുകില്ലാത്ത നസീറും പോലെ അത് വേറെ PM ശ്രീ, ഇത് വേറെ PM ശ്രീ, അങ്ങനെയാണോ? എന്റെ സുഹൃത്തുക്കളെ, ഇന്നലെയാണ് ചർച്ചയില് PM ശ്രീയാണ് വിഷയം. സംഗതി ഒരു പച്ച മലയാളത്തിലും പറഞ്ഞുതരാം. PM ശ്രീ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് BJP ഗവൺമെന്റ് ചില പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ പോകുന്നു. അവരുടെ മുമ്പിൽ ഈ കുട്ടികൾ എന്ത് പഠിക്കണമെന്ന് അവർക്ക് ഹൈന്ദവമായിട്ടുള്ള കുറെ ചിന്താഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ പാഠപുസ്തകത്തിലൂടെ തിരികെ കയറ്റി നമ്മുടെ ചരിത്രമൊക്കെ മാറ്റിമറിച്ച് ഇവൻ ഗാന്ധിജി പോലും ഉണ്ടാവില്ല, നെഹ്റു ഉണ്ടാവില്ല, ഇവരൊന്നും കുറിച്ച് പഠിക്കാനുണ്ടാവില്ല, ഗാന്ധിജി വല്ല ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചതാണെന്നൊക്കെ ചിലപ്പോൾ എഴുതി വയ്ക്കും ചരിത്രത്തിൽ. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഏർപ്പാട് നടത്താൻ വേണ്ടിയിട്ടാണ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് സ്കൂളുകളെ നവീകരിക്കുക എന്നാണ് ലക്ഷ്യം. നമ്മുടെ കേരളത്തിലെ ഏത് സ്കൂളാണ് നവീകരിക്കാതെ ഉള്ളത് എന്ന് മാത്രം വളരെ ചുരുക്കം ഉണ്ടായിരിക്കുള്ളൂ, വളരെ ചുരുക്കം. അത് ഗംഭീരമായിട്ടുള്ള വിദ്യാഭ്യാസ വിപ്ലവമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് ഈ PM ശ്രീ എന്ന പദ്ധതി വരുന്നത്. ആൾറെഡി വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് കുറേ പൈസ കിട്ടാണ്ട്. അപ്പൊ ഇതിൽ ഒപ്പുവെച്ചാൽ കിട്ടുമെന്നതിന്റെ ധാരണയിലാണ് ഇതിൽ ഒപ്പുവെച്ചത്. ഒപ്പുവെക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നീട് അതിൻ്റെ ഒരു നടപടി ഒന്നും മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. പക്ഷെ UDF പറയുന്നത്, നമ്മുടെ VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പറയുന്നത് നമ്മൾ അതിന്റെ നടപടിയായിട്ട് മുന്നോട്ട് പോയി എന്നാണ്. എന്നാൽ കേന്ദ്രം പറയുന്നത് കേരളം നടപടിയായിട്ട് മുന്നോട്ട് പോയിട്ടില്ല, ഒരു സ്കൂളിൽ ലിസ്റ്റ് പോലും തന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടുന്ന് പറയുന്നു കേരളം ഒന്നും ചെയ്തിട്ടില്ല എന്ന്. ഇന്ന് ഇവിടുന്ന് പറയുന്നു കേരളം എന്തൊക്കെയോ അങ്ങോട്ട് കൊടുത്തു എന്നൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഒന്നും ചെയ്തിട്ടില്ല. കേരളം ആ ഒപ്പിട്ടെന്നല്ലാതെ പിന്നീട് പൈസ കിട്ടില്ല എന്ന് മനസ്സിലായോട് കൂടിയിട്ട് സംഗതിക്ക് ഒഴിവാക്കുക ചെയ്ത് മരവിപ്പിച്ചു. എപ്പോൾ വേണമെങ്കിലും അതിന് പിൻവാങ്ങാം കേട്ടോ. PM ശ്രീ പദ്ധതിയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പിൻവലിയ എന്നുള്ളതാണ്. പക്ഷേ എന്തിന്റെ വാശിക്കാണ് അതിൽ ഒപ്പിട്ടേ ഒക്കൂ എന്ന് VD സതീശൻ കൂട്ടർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 BJPക്കാർ ഭീഷണിപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണെന്നൊക്കെ പറയേണ്ടി വരും. 3 MLA BJPക്ക് ഉണ്ട്. അവരുടെ ഭീഷണിക്ക് വഴങ്ങുകയാണോ VD സതീശൻ എന്നാണ് ഇപ്പോൾ പൊതുവെ ആളുകളൊക്കെ ചോദിക്കുന്നത്. എന്നാൽ അതിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്നലെ അഭിലാഷ് മോഹന്റെ പരിഹാസ ശരങ്ങളായിരുന്നു. സഹിക്കില്ല. CA ഷാക്കിർ എന്ന് പറയുന്ന ആ ഒരു ലീഗുകാരൻ ഇന്നലെ എങ്ങനെയാണ് അരമണിക്കൂർ ഇദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്നത് എന്നുള്ള കാര്യം അയ്യോ ഒന്ന് കേട്ടോക്കൂ. പറയാൻ കഴിയും, അന്നും ഇന്നും ഒരേ സ്റ്റാൻഡാണ്, മാറ്റില്ല. ഞാനതുകൊണ്ട് അങ്ങനെ ചിരിച്ചിരിക്കണം. നമുക്ക് ആളുകളെ ശരി, അന്നും ഇന്നും ഒരേ സ്റ്റാൻഡാണ്. KM ഷാജിയുടെ നേരത്തെ കേൾപ്പിച്ചു, ഒന്നുകൂടി കേൾക്കാം. അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSS-ന്റെ ഇതല്ല എന്ന് KM ഷാജി പ്രസംഗിച്ചേ. ഇപ്പൊ എന്താ പറയുന്നേ? പ്രതിപക്ഷത്തായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പലതും പറയും, അതൊന്നും ഞങ്ങള് ഭരണപക്ഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നടപ്പിലാക്കേണ്ട ആവശ്യമില്ല എന്ന്. ചവറ്റുകൊട്ടയിലേക്ക് ഇടും. ഇതാണ് മുമ്പ് പറഞ്ഞത്. അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞത് ഒന്നാന്നാ പറഞ്ഞത്. ആണോ ഷാക്കിറെ? ഒരു മിനിറ്റ്. ആ ഷാജി പറഞ്ഞ PM ശ്രീ ഏതെന്നറിയോ? മഹാത്മാ ഗാന്ധിജി ഇല്ലാത്ത ആ PM ശ്രീയെ കുറിച്ചാണ്. ശരി, ആ PM ശ്രീയാണ്. മറുക് ഒട്ടിച്ച നസീറും മറുകില്ലാത്ത നസീറും പോലെ അത് വേറെ PM ശ്രീ, ഇത് വേറെ PM ശ്രീ, അങ്ങനെയാണോ? അല്ലെന്നേ, പിന്നെ ഷാജി തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അതേക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതായത് അപ്പൊ ആ മനുഷ്യൻ ആ മുസ്ലിംകാരനെ സമ്മതിക്കണം. അഭിലാഷ് അടപ്പ് ഒരു ചാഞ്ചല്യം ഇല്ലാതെ ഇരുന്ന് പരിഹസിക്കുകയാണ്. ഇനി ഇതല്ലാതെ ഒരു കോൺഗ്രസിന്റെ ഒരു ആളിനെ അനൂപിനെ പരിഹസിക്കുന്നുണ്ട്. കാവ്യവൽക്കരണം ഇല്ലാത്ത ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയെ പഠിപ്പിക്കുന്ന പാഠപുസ്തകം കേരളത്തിൽ PM ശ്രീ വഴി നടപ്പിലാക്കും. അങ്ങനെയാണെങ്കിൽ അല്ലാതെ കാവ്യവൽക്കരണം അങ്ങനെ ആയിരുന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞു തോന്നുന്നു അഭിലാഷിന് മനസ്സിലായിട്ടില്ലേ? ജവഹർലാൽ നെഹ്റുവില്ലാത്ത എനിക്കും മനസ്സിലായി, താങ്കൾക്ക് മനസ്സിലായി, അതിന് മനസ്സിലാകാത്തതിന്റെ ഒന്നും എല്ലാവർക്കും മനസ്സിലായി. ഷാജി പറഞ്ഞ PM ശ്രീ ഏതാണ്? RSS-ഉം CPM തമ്മിൽ തലയിൽ മുണ്ടിട്ട് 10-ാം തീയതി അമിത്ഷായെ കണ്ട് ഡീലുണ്ടല്ലോ. കണ്ടില്ലേ?
എന്തൊരു ഭീകരമായിട്ടുള്ള ന്യായീകരണം ന്യായീകരിച്ച് ഇങ്ങനെ മെഴുകുക എന്നൊക്കെ പറയില്ല. ആ മെഴുകലിന്റെ അങ്ങേ തലയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞിട്ടില്ല. ഇനി കോൺഗ്രസ്സുകാരിട്ട് രണ്ട് വട്ട് കളിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഈ അഭിലാഷ്. സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാരൊക്കെ ഇദ്ദേഹത്തിനെതിരെ കേസ് നൽകേണ്ടതാണ്. കാരണം ഇങ്ങനൊന്നും പരിഹസിക്കാൻ പാടില്ല. കോൺഗ്രസ്സുകാർ പോലും ലീഗുകാർ പോലും വിചാരിച്ചിട്ടില്ല അധികാരത്തിൽ കയറി കഴിഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് സംഗതി നടക്കാൻ പോകുന്നത്. ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവര്. കാരണം അധികാരം കിട്ടുന്നു, നീണ്ട 10 വർഷത്തിന് ശേഷം അധികാരം കിട്ടുന്നു, അടിച്ചു പൊളിക്കാം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഇങ്ങനെ അങ്ങ് BJPക്കും കേന്ദ്ര ഭരണത്തിനും അടിമയായിട്ട് കേരളം മാറുമെന്ന് സത്യം പറഞ്ഞാൽ ലീഗുകാർ വിചാരിച്ചിട്ടേ ഇല്ല. ഒന്നും ആലോചിക്കേ, ലീഗുകാർ ഒരു തരത്തിൽ പറഞ്ഞാൽ ലീഗിന്റെ അണികളെ തന്നെ പരിഹസിക്കുകയോ അവഗണിക്കുകയോ അപമാനിക്കുകയോ ചതിക്കുകയോ ചെയ്യിക്കല്ലേ ചെയ്യുന്നത്. അധികാരത്തിൽ വരാൻ വേണ്ടി പലതും പറയുക, അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ സംഘികളൊപ്പം നടക്കുക, സംഘികൾക്ക് കൂടെ പിടിക്കുക എന്നീ പറയുന്ന പരിപാടിയില്ല നടക്കുന്നത്. അധികാരത്തിലെത്തിയപ്പോൾ നേതാക്കളുടെ വാക്കിന് കീറച്ചാക്കിന്റെ വില പോലും ഇല്ലാതായി. പറഞ്ഞതെല്ലാം വിഴുങ്ങി PM ശ്രീയുടെ നടത്തിപ്പുകാരായി UDF സർക്കാർ മാറുമ്പോൾ അല്പവും നാണം അവശേഷിക്കുന്നില്ലേ എന്ന് നാട്ടുകാർ ചോദിക്കും. ശ്രീ VR അനൂപ്, ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. ഇതായിരുന്നു ഇപ്പോഴത്തെ മാസ്റ്ററാണ്. ചോദ്യമൊന്നുമില്ല VR അനൂപ്, കോൺഗ്രസ്സുകാരാ ഇരുന്ന് ന്യായീകരിച്ചോ. വേറെ ഒന്നും, കാരണം ന്യായീകരണം മാത്രമേ ഉള്ളൂ എന്നർത്ഥം. നിങ്ങളോട് ചോദ്യം ചോദിക്കാനൊന്നുമില്ല. ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ന്യായീകരിക്കും. അപ്പൊ ചോദ്യം ചോദിക്കുന്നില്ല, നാണമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പറയണം അഭിലാഷ് എടപ്പാള്, ഇനി ചോദ്യമൊന്നുമില്ല, നിങ്ങൾ ഇരുന്ന് ന്യായീകരിച്ചോ. എന്നാൽ ഇത് കേട്ട് കഴിഞ്ഞാല് ഇമാതിരി കളിപ്പിക്കൽ പരിപാടിക്ക് ഞങ്ങളില്ല, പരിഹസിക്കുകയാണ് താങ്കൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാനുള്ള ഒരു ആർജവം വേണ്ട. അതുമില്ല, ആ പാവത്തിനൊന്നും മനസ്സിലായിട്ടില്ല. ഒന്ന് കണ്ടോക്കിയേ. ശ്രീ പദ്ധതി വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ എറിയാൻ പറ്റാത്തത് കൊണ്ട് നിലപാട് ഇപ്പൊ തൽക്കാലം വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ടുണ്ട്. അതല്ലേ പറ്റൂ. ശ്രീ കെ ഷാക്കർ, താങ്കളുടെ ഊഴമാണ്, താങ്കളുടെ ന്യായീകരണം കേൾക്കട്ടെ. BJP പറയുന്നത് എന്താ? മുസ്ലിം ലീഗിനെ കൊണ്ട് PM ശ്രീ നടപ്പാക്കുമ്പോൾ ഉള്ള സന്തോഷത്തെക്കാൾ വലുതായൊന്നുമില്ല എന്നാണ് BJP പറയുന്നത്. അല്ലേ? സത്യം പറഞ്ഞ BJP ഭയങ്കര സന്തോഷത്തിലാണ്. കെ സുരേന്ദ്രന്റെ ഒരു ഡയലോഗ് ഉണ്ട്, ലീഗുകാർ ഇതൊക്കെ ഒന്ന് കേൾക്കണം. കെ സുരേന്ദ്രൻ പറയുന്നു, കേട്ടോക്കെ, അടിപൊളിയാണ് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടിയാണ് PM ശ്രീ പദ്ധതി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം അതിന്റെ എല്ലാ അർത്ഥത്തിലും ഞാൻ അത് ആവർത്തിക്കുകയാണ്, ആ വാചകം എല്ലാ അർത്ഥത്തിലും കേരളത്തിൽ നടപ്പാവും. കെ സുരേന്ദ്രൻ നടപ്പാക്കുമെന്ന് പറഞ്ഞു. VD സതീശൻ അത് നടപ്പാക്കാൻ പോകുന്നുവെന്ന് UDF യോഗം ചേർന്ന് ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. നടപ്പാവുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മുടെ സുരേന്ദ്രനൊക്കെ പറയുന്നത് എതിർത്ത ആളുകളെ കൊണ്ട് തന്നെ, അതായത് മുസ്ലിം ലീഗിനെ കൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കിക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഇനി കേക്ക്, നാലാളുടെ മുഖത്ത് നോക്കി നടക്കാൻ കഴിയോ ഷാക്കറെ? ലജ്ജ കൊണ്ട് തല കുഞ്ഞിക്കൂലേ? അതിഭീകര പരിഹാസം കഴിയുന്നില്ല. ഈ PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്തിട്ടില്ല. സ്കൂളുകൾ വിട്ടുകൊടുത്തിട്ടില്ല, സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടില്ല. കൊടുക്കും. ആര് കൊടുക്കും? N ഷംസുദ്ദീൻ കൊടുക്കും. BJPക്കാരുടെ ഹർഷാരവങ്ങൾക്കിടയിൽ അവർ രോമാഞ്ചമണിഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗുകാർ PM ശ്രീ നടപ്പാക്കിക്കുന്നത് കണ്ട് അവർ കോരിത്തരിക്കും, കൈയടിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഒരു ലീഗുകാരൻ ആത്മാഭിമാനത്തോടു കൂടി വഴിയിലിറങ്ങി നടക്കാൻ കഴിയുമോ ഇനി എന്ന്. ഇതോടെ അവസാനിക്കുന്നില്ല, ഇതൊന്നുകൂടി ഉണ്ട്. PM ശ്രീ പദ്ധതിയിൽ കാവ്യവൽക്കരിക്കുന്ന രീതിയിൽ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗം നടപ്പിലാക്കില്ല. എന്നാൽ അത് കേരളീയ വിദ്യാഭ്യാസത്തിന് ഗുണകരമായ രീതിയിൽ ചരിത്രത്തെ വളച്ചൊടിക്കാതെ കാവ്യവൽക്കരണമില്ലാതെ നടപ്പിലാക്കും. നിങ്ങളൊന്ന് കാത്തിരിക്കും. അതായത് കാവ്യവൽക്കരിക്കാത്ത നിലയിൽ വളരെ നല്ല നിലയ്ക്ക് PM ശ്രീ നടപ്പാക്കും. LDFന്റെ കാലത്തുള്ളത് പോലെ അല്ലാന്ന് പറയുന്നത്. ഹിസ്ഹൈനസ് അബ്ദുള്ള എന്നൊരു സിനിമയുണ്ട് ഷാക്കറെ, അതില് പിന്നെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഏട്ടനെ വേദനിപ്പിക്കാണ്ട് കൊല്ലാൻ പറ്റുമോ എന്ന്. ഏട്ടനെ വേദനിപ്പിക്കാണ്ട് കൊല്ലുന്നത് പോലെ അല്ലേ? എന്തൊരു ഗംഭീര ഡയലോഗുകളൊക്കെ. സത്യം പറഞ്ഞാൽ ഇന്നലെ അഭിലാഷിന്റെ ദിവസമായിരുന്നു. ഇന്നലെ അഭിലാഷായിരുന്നു ഇന്നലെ മുഴുവൻ. അടിപൊളി. എന്തായാലും ഇപ്പൊ അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായി. പിണറായി വിജയൻ തന്നെയായിരുന്നു ശരിയെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. ബൈ.